നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ക്ലീൻ ഡോക്ടർ. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിൽ വരുന്ന എല്ലാവിധ ഓപ്ഷനുകളും, അതായത് ഫോട്ടോ, കോണ്ടാക്റ്റ്, ജങ്ക് മെമ്മറി, സ്റ്റോറേജ്, വൈഫൈ നെറ്റ്വർക്ക്, ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മൊബൈലിൽ പലതരത്തിലുള്ള ഫോട്ടോസ് ഉണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസും മറ്റും ഉണ്ടാവും. അത് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് കോണ്ടാക്റ്റ് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ, കലണ്ടർ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ, സിസ്റ്റം ക്യാഷ് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ, നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ വൈഫൈ. ഇപ്പോൾ നമ്മൾ പലയിടത്തും വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ഇതിൽ സേവ് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ഒപ്റ്റിമൈസ് ഫോൺ സ്റ്റോറേജ് ഉണ്ട്, ഡിസ്ക് ഉണ്ട്. ഇത്രയാണ് ഇതിന് വരുന്ന ഓപ്ഷൻ. ഇപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് പരിചയപ്പെടാം. ആദ്യമായി വരുന്നത് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ. ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ നമ്മളെടുത്താൽ ആഡ് വരുന്ന ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട് ഫോട്ടോ. ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് സ്കാൻ ചെയ്യണം. ഇപ്പോൾ നമ്മളെ ഫോണിൽ എത്ര ഫോട്ടോസ് ഉണ്ടെന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും, കാരണം എനിക്ക് കുറച്ച് കൂടുതൽ ഫോട്ടോസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കണ്ടെത്തും, ഒരേപോലെയുള്ള ഫോട്ടോസ്. ഇപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ 2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടാവും ഒരു ഫോട്ടോ തന്നെ. അപ്പോൾ അതെല്ലാം ഒരു പോസിബിൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇതിൽ കാണിക്കും. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് എൻ്റെ ഫോട്ടോസ് ഡ്യൂപ്ലിക്കേറ്റ് ആയി വരുന്നത്. ഈ ഫോട്ടോസൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമുക്കെന്ത് ചെയ്യാം, ഓരോന്ന് ടിക്ക് ഇട്ടിട്ട് ആവശ്യമില്ലാത്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ ഡിലീറ്റ് ചെയ്യാം നമുക്ക്. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത്. അടുത്ത ഓപ്ഷൻ വരുന്നത് കോണ്ടാക്റ്റ് ആണ്. ഇവിടെ രണ്ടാമത്തെ കോണ്ടാക്റ്റ് ഓപ്ഷൻ എടുത്താൽ കാണിക്കുന്നത് കോണ്ടാക്റ്റിന് ആക്സസ് എടുക്കുന്നുണ്ട്. ഓക്കെ അടിക്കുക. അപ്പോൾ എല്ലാ കോണ്ടാക്റ്റുകളും ഇപ്പോൾ സ്കാൻ ചെയ്യും. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റുകൾ കുറേ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റാണ്. അപ്പോൾ ഇതൊരു കോണ്ടാക്റ്റാണ്, അത് 2 3 വരുന്നുണ്ട്. ഇങ്ങനെ വരാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജിമെയിൽ ഐ ഡി, ഇപ്പോൾ 1-2 ജിമെയിൽ ഐ ഡി, അതുപോലെ ഐക്ലൗഡ് ഐ ഡി രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 2 ജിമെയിൽ ഐ ഡി ഇതിൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ 2 ജിമെയിൽ ഐ ഡികൾ ഇതിൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഐക്ലൗഡും കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ലും കോൺടാക്റ്റ് സിങ്ക് ആണ്. അത് ഞാനൊരു കോൺടാക്റ്റ് ആഡ് ചെയ്താൽ അത് ഈ 2 ജിമെയിൽ ഐ ഡിയിലും ആഡ് ആവും, അതുപോലെ എൻ്റെ ഐക്ലൗഡിലും ആഡ് ആവും. അതുകൊണ്ടാണ് ഇവിടെ ഓരോന്നും ഇതുപോലെ ഇങ്ങനെ 3 കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് 3 കാണിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ആവശ്യമുള്ള തന്നെയാണ്. ഇത് 3ലും 3 കാണിക്കുന്നതേ ഉള്ളൂ. അവിടെയാണ് കോണ്ടാക്റ്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. പിന്നെ കലണ്ടറിൻ്റെ ഓപ്ഷനാണ്, അത് നമുക്ക് നോക്കാം. കലണ്ടർക്ക് ആക്സസ് ചോദിക്കുന്നുണ്ട്. കലണ്ടറിൽ അങ്ങനെ സ്പാം ആയിട്ടുള്ള ഇൻവിറ്റേഷൻ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. നമ്മൾ കലണ്ടർ അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടായിരിക്കും ഒന്നും കാണുന്നില്ല ഇതിൽ. പിന്നെ വരുന്ന സിസ്റ്റം ക്യാഷ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ 34 GB അവൈലബിൾ ഡിസ്ക് സ്പേസ് ഉണ്ട്. ഇപ്പോൾ അവൈലബിൾ ഡിസ്ക് സ്പേസ് സ്റ്റോറേജ് ഇസ് ഗ്രേറ്റർ ദാൻ 5 GB ആണെങ്കിൽ ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ പറ്റ സ്പേസ് കുറയുമ്പോൾ അത് ചെയ്താൽ മതി, സിസ്റ്റം ക്യാഷ്. പിന്നെ നെറ്റ്വർക്ക് ഉണ്ട്. നെറ്റ്വർക്ക് ഇപ്പോൾ സ്കാൻ ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കിൽ എന്തൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ ഓരോരോ ഡിവൈസുകളുടെ മാക് ഐ ഡിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്കെന്ത് എവിടെ വേണമെങ്കിൽ അൺട്രസ്റ്റഡ് കൊടുക്കാം. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വൈഫൈ റൗട്ടറാണ് ഈ കാണിക്കുന്ന 3. ഒന്ന് വീട്ടിൽ, ഒന്ന് ഓഫീസിലാണ്.
ഇതെൻ്റെ ഫോണിൻ്റെ തന്നെ വൈഫൈ ഹോട്ട്സ്പോട്ടിൻ്റെ ഐഡിയ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. പിന്നെ വരുന്നത് ഒപ്റ്റിമൈസ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അത് അവർ ജസ്റ്റ് ഒരു സെറ്റിങ്സ് പറയുകയാണ്, അത്രേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഐക്ലൗഡ് ഫോട്ടോ ലൈബ്രറി ഓൺ ചെയ്തിട്ട് സ്റ്റെപ്പ് ഒപ്റ്റിമൈസ് സെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മൾ ഐക്ലൗഡിലുള്ള ഫോട്ടോസും കാര്യങ്ങൾ റെഡ്യൂസ് സ്പേസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐക്ലൗഡിൽ ഫോട്ടോ സേവ് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഐക്ലൗഡിൽ ഫോട്ടോ സേവ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നീട് വരുന്ന ഡിസ്ക് സ്റ്റോറേജ് എന്ന ഓപ്ഷനാണ്. ഡിസ്ക് സ്റ്റോറേജിനകത്ത് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഫോട്ടോ 500 MB, അതർ 24 GB ഫ്രീ സ്പേസ്. നമ്മളൊരു സ്റ്റാറ്റസ് ജസ്റ്റ് കാണിക്കണം നമ്മൾ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ ഫ്രീ സ്പേസ് കുറേ ഉണ്ട്. ഫോട്ടോസ് കുറച്ച് 500 MBക്കുള്ള ഫോട്ടോസ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ്, വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോറി, ആപ്ലിക്കേഷനും അതിൻ്റെ ഡാറ്റയൊക്കെയാണ്. വീഡിയോസ് ഇപ്പോൾ ഒന്നും കാണുന്നില്ല, വീഡിയോസൊന്നുമില്ല. ഫ്രീ സ്പേസ് ഉണ്ട്. അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ആപ്ലിക്കേഷനിൽ വരുന്നത്. ഈ ഫോട്ടോസ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കുന്നൊരു ഉപകാരപ്രദമായ സംഭവമാണ്. പിന്നെ കോണ്ടാക്റ്റ് നിങ്ങൾ കണ്ടല്ലോ, അത് നമുക്ക് എല്ലാ കോണ്ടാക്റ്റും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക ഓരോന്ന്. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് കാണിക്കുന്നത്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ റീസൺ. അത്രയാണ് വരുന്ന ഈ ആപ്ലിക്കേഷൻ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വെബ്സൈറ്റിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയുന്നതാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഫ്രീ ആപ്ലിക്കേഷൻ തന്നെയാണ്, പെയ്ഡ് ആപ്ലിക്കേഷൻ ഒന്നല്ല. ഓക്കെ, താങ്ക് യു.